ഹലോ ഗായ്സ്, നമുക്ക് കേരത്തലക്കറി വെക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് തല വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരത്തലയുടെ വെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതെല്ലാവരും പോയി കാണണേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. തലക്കറി ആകുമ്പോൾ നല്ലതായിട്ട് എരിവ് വേണം, എന്നാലേ തലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ. പിന്നെ ആവശ്യത്തിനുള്ള കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പം വീഡിയോ വെക്കുന്നത് അമ്മയാണ് വെക്കുന്നത്. അമ്മ തലക്കറി വെച്ചോളാം എന്ന് പറഞ്ഞാൽ വെട്ടിയതും അമ്മ തന്നെയാണ്. ആ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. തല വെട്ടാൻ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് പഠിച്ച് വെച്ചോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കേരത്തല വെട്ടുന്നത് അമ്മയാണ് വെക്കുന്നത്. ഇതാണ് അമ്മ. നേരത്തെ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു വിടുന്ന ഫോട്ടോയൊക്കെ അമ്മയുടെ. അച്ഛ വരുമ്പോൾ അച്ഛയുടെ വീഡിയോ നമുക്ക് എടുക്കാം. അച്ഛ എറണാകുളത്ത് പോയിരിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിയാപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനേ. അപ്പം എല്ലാവരും പറയുന്നുണ്ട് മുളക് പൊടി എരിവ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടി ഇടുവാണെങ്കിൽ നിറം കൂടുതൽ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ പൊടിപ്പിക്കുന്നതായതുകൊണ്ട് നിറം കുറവാണ്, പക്ഷെ നല്ല എരിവാണ്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഗൈസ്, പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സൗണ്ടൊക്കെ ശരിയായില്ല ഇതുവരെ. അന്നേരം പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. രാവിലേട്ടനാണ് വീഡിയോ എടുത്തത്. അന്നേരത്തേക്കും വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ വന്നു. അമ്മ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ രാവിലേട്ടൻ അമ്മേനെയും കൂടെ കാണിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് വീഡിയോയുടെ മുന്നിൽ വരാൻ മടിയായിരുന്നേ, ക്യാമറയുടെ മുന്നിൽ വരാൻ. അപ്പോൾ ഭയങ്കര ഇങ്ങനെയൊക്കെ ടെൻഷൻ കയറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുവാണേ. എന്നിട്ട് ബാക്കി വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ്. ബാക്കി വെള്ളം കുറച്ചുമായിട്ട് വെള്ളം അമ്മ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ഒറ്റയടിക്ക് മൂപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കത്തേ ഉള്ളൂ. അമ്മ ഇതിപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വഴറ്റി എടുക്കുവാണേ. അമ്മ വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നത്. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നിറം കുറവ് കാണുന്നത് നമ്മുടെ അവിടുത്തെ വെട്ടത്തിൻ്റെ കുറവും കൊണ്ടാണ്. ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഗായ്സ്, നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. കറി ഒന്ന് നന്നായിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലയുടെ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചാറിനകത്ത് മുങ്ങി നിൽക്കുന്നത് പോലെ വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്, എന്നാൽ അതിനകത്ത് കിടന്ന് വേഗത്തുള്ളേ. തലയുടെ കഷ്ണമായതുകൊണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊക്കെ പിടിക്കണ്ടേ. അതിനായിട്ട് പിന്നെ ചാറ് ഒത്തിരി വേണ്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാറ് കുറച്ചെടുത്താൽ മതി. ഇവിടെ ഒത്തിരി ചാറുള്ളതൊന്നും ആർക്കും ഇഷ്ടമില്ല. ചിലപ്പോൾ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്ത് മാത്രം ചാറ് ഒത്തിരി മതി, അല്ലാതെ കുറച്ച് കുറുകിയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. പിന്നെ തല വേകാനായിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടി വെള്ളം ഒഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിനിടയ്ക്ക് കുടംപുളി ഇട്ടായിരുന്നു കേട്ടോ, ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കരിയാപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അമ്മ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതാണ് കോട്ടയംകാരുടെ മീൻകറിയുടെ പ്രത്യേകത. ലാസ്റ്റത്തെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കലും കരിയാപ്പില ഇടയിലും.
കരിവേപ്പില പിന്നെ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് വാരി കോരി വിതറിയിടും. അപ്പം മീൻകറിയെല്ലാം നല്ല ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പം നിറമില്ലാത്ത കേട്ടോ മുളക് പൊടിയുടെ നല്ല എരിവാണ്, പക്ഷേ കളറില്ലാത്തത് നമ്മൾ പൊടിപ്പിക്കുന്ന മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്താൽ മതിയേ. അപ്പം നമ്മുടെ സൂപ്പർ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്